അസ്സലാമു അലൈക്കും. ഇൻഷാ അല്ലാ, ഇന്ന് ഞാൻ പറയാൻ പോണത് നമ്മുടെ ജീവിതത്തിൽ ഒരു വിഷമഘട്ടം വന്നു. നമ്മുടെ മുന്നിൽ ഒരു വഴിയുമില്ല. ഇനി എന്ത് ചെയ്യും എന്നൊരവസ്ഥ. മുന്നിൽ ഒരു വഴിയുമില്ല. വീട്ടിലെ കാര്യങ്ങൾ ശ്രദ്ധിക്കുവാനോ മക്കളുടെ കാര്യങ്ങൾ നോക്കുവാനോ കഴിയുന്നില്ല. എല്ലാം കൊണ്ട് മനസ്സ് തകർന്ന ഒരവസ്ഥ. അതിനു മുന്നേ എൻ്റെ കുടുംബത്തിൽ നടന്ന ഒരു സംഭവം പറയാം. എൻ്റെ ഉമ്മയുടെ അനുജത്തി, ഞാൻ കൊച്ചുമ്മ എന്നാണ് വിളിക്കുന്നത്. കൊച്ചുമ്മയുടെ വിവാഹം കഴിഞ്ഞ് 2 മാസം ആയപ്പോഴേക്കും പ്രഗ്നൻ്റ് ആയി. സ്കാനിങ്ങിൽ ഒരു കുഴപ്പവും ഇല്ലായിരുന്നു. പക്ഷേ ഡെലിവറി കഴിഞ്ഞപ്പോൾ കുട്ടിക്ക് അംഗവൈകല്യം ഉണ്ടായിരുന്നു. മാത്രമല്ല കുട്ടിക്ക് ഹാർട്ടിന് കംപ്ലൈൻ്റ് ഉണ്ടായിരുന്നു. ഡോക്ടർമാർ പറഞ്ഞു കുട്ടിക്ക് ഒരുപാട് കംപ്ലൈൻ്റ് ഉണ്ട്. കുട്ടി മുലപ്പാൽ വലിച്ച് കുടിക്കില്ല. കൂടിപ്പോയാൽ 6 മാസം ജീവിച്ചിരിക്കും. 3 മാസം ആയപ്പോഴേക്കും ആ കുഞ്ഞ് മരണപ്പെട്ടു. മോനായിരുന്നു. 1 വർഷം കഴിഞ്ഞ് വീണ്ടും പ്രഗ്നൻ്റ് ആയി. ആദ്യത്തെ പോലെ ആയിരിക്കില്ലെന്ന് വിചാരിച്ചു. എങ്കിലും നല്ലതുപോലെ റെസ്റ്റ് എടുത്തു. ഡോക്ടർ ഓരോ മാസവും 2 സ്കാനിങ് ഒക്കെ ചെയ്തു. കുഴപ്പമില്ലെന്ന് പറഞ്ഞു. പക്ഷേ ഡെലിവറി ടൈമിൽ ആദ്യത്തെ കുഞ്ഞിനെ പോലെ തന്നെ. കൊച്ചുമ്മ മാനസികമായി തകർന്നു. ആരോടും മിണ്ടില്ല, കുളിക്കില്ല, ഭക്ഷണം കഴിക്കില്ല. ഈ കുട്ടിക്കും ഡോക്ടർ ഇട്ട അവധി 6 മാസമായിരുന്നു. മോളായിരുന്നു. 4.5 മാസം മോൾ ഉണ്ടായിരുന്നു. ആ 2 കുട്ടികളെയും കൊച്ചുമ്മ ആരുടെ കയ്യിലും കൊടുക്കില്ലായിരുന്നു. അത്രയും സ്നേഹമായിരുന്നു. ഡോക്ടർമാർ പറഞ്ഞു, ഇനി എത്ര കുട്ടികളെ നിങ്ങൾ പ്രസവിച്ചാലും കുഞ്ഞുങ്ങൾ ഇതുപോലത്തെ കുഞ്ഞുങ്ങളായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഒരു കുഞ്ഞിനെ ദത്തെടുക്കുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞു. കൊച്ചുമ്മയുടെ ഹസ്ബൻഡ് പ്രവാസിയായിരുന്നു. 2ാമത്തെ മോൾ കൂടി മരണപ്പെട്ടതോടെ എല്ലാം നിർത്തി നാട്ടിലേക്ക് പോന്നു. അവർ 2 പേരും അല്ലാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ തുടങ്ങി. 6 മാസം കഴിഞ്ഞപ്പോൾ കൊച്ചുമ്മ വീണ്ടും പ്രഗ്നൻ്റ് ആയി. ഇത്തവണ നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും പറഞ്ഞു അബോർഷൻ ചെയ്യാൻ. കാരണം ഡോക്ടർ പറഞ്ഞിരിക്കുകയല്ലേ ഇനി പ്രസവിക്കണ്ട എന്ന്, പ്രസവിച്ചാൽ പഴയ ഗതി ആകുമെന്ന്. പക്ഷേ കൊച്ചുമ്മ എല്ലാവരോടും പറഞ്ഞു ഈ കുഞ്ഞിന് ഒരു കുഴപ്പവും ഉണ്ടാകില്ലെന്ന്. അത്രയ്ക്കും ഉറപ്പുണ്ടായിരുന്നു കൊച്ചുമ്മാക്ക്. എന്നോട് ഒരു ദിവസം പറഞ്ഞു, ഞാൻ 313 സൂറത്തുൽ യാസീൻ നിയ്യത്ത് മനസ്സിൽ കരുതി ഓതുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് നല്ല ഉറപ്പാണ് ഈ കുഞ്ഞിനെ എനിക്ക് ഒരു കുഴപ്പവും ഇല്ലാതെ കിട്ടുമെന്ന്. കൊച്ചുമ്മ കിട്ടുന്ന സമയത്തെല്ലാം ഒളു എടുത്ത് ഓതിക്കൊണ്ടിരുന്നു. അവസാനം ഡേറ്റ് എടുത്തു. അതുവരെയുള്ള സ്കാനിങ്ങിൽ കുഴപ്പമില്ലെന്ന് പറഞ്ഞ ഡോക്ടർ അവസാനത്തെ സ്കാനിങ്ങിൽ കുഞ്ഞിന് ഒരു കൈക്ക് കുഴപ്പമുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴും കൊച്ചുമ്മയ്ക്ക് നല്ല ഉറപ്പായിരുന്നു കുഞ്ഞിന് ഒരു കുഴപ്പവും ഉണ്ടാകില്ലെന്ന്. കുഴപ്പം ഉണ്ടെന്ന് പറഞ്ഞ ഡോക്ടർ സിസേറിയൻ ചെയ്തു. അൽഹംദുലില്ലാ, കുഞ്ഞിന് ഒരു കുഴപ്പവും ഇല്ലായിരുന്നു. ഒരു സുന്ദരി മോളായിരുന്നു. കൊച്ചുമ്മ ഈ ലോകം വെട്ടിപ്പിടിച്ച സന്തോഷത്തിലായിരുന്നു. കൊച്ചാപ്പായും അങ്ങനെ തന്നെ. ഞാൻ ഈ സംഭവം പറയാൻ കാരണം നമ്മുടെ ജീവിതത്തിൽ നടക്കില്ലെന്ന് കരുതി വിഷമിച്ച് നടക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ. ആ നടക്കില്ലെന്ന് വിചാരിച്ച കാര്യം നിയ്യത്താക്കി ഇപ്പോൾ തന്നെ ഓതി തുടങ്ങിക്കോ. ഏതൊരു കാര്യവുമായിക്കോട്ടെ 313 യാസീൻ ഓതി തീരുന്നതിന് മുമ്പായി ഇൻഷാ അല്ലാ ആ കാര്യം വിജയിക്കുക തന്നെ ചെയ്യും. നമുക്ക് ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ അത് നേടിയെടുക്കണമെങ്കിൽ നമ്മൾ പ്രയത്നിക്കണം, അല്ലേ? നമ്മൾ വെറുതെ ഇരുന്ന് മനസ്സ് വിഷമിച്ചിട്ട് അയ്യോ എൻ്റെ കാര്യമൊന്നും നടക്കുന്നില്ല എന്ന് പറഞ്ഞ് കരഞ്ഞിട്ട് കാര്യമില്ല. അസുഖങ്ങൾ ക്ഷണിച്ചു വരുന്നതല്ലാതെ എന്ത് പ്രയോജനം? അപ്പോൾ അല്ലാഹുവിനോട് കൂടുതൽ അടുത്തുകൊണ്ട് 313 യാസീൻ ഓതി നോക്കൂ. ഇൻഷാ അല്ലാ ഉറപ്പാണ് ഉദ്ദേശിച്ച കാര്യം നടക്കുക തന്നെ ചെയ്യും. നമ്മുടെ മനസ്സിൽ ഒരു ഉറപ്പ് വേണം. ഈ യാസീൻ ഓതി തീരുന്നതിന് മുമ്പ് എൻ്റെ ഈ ആഗ്രഹം നടന്നു കിട്ടും. എല്ലാവരുടെയും ഹലാലായ ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളും അല്ലാഹു നടത്തി തരുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും.